PM ഗാർഡൻസ് ആൻഡ് ലൈഫ് സ്റ്റൈലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് അങ്ങ് പോകാമേ. സവാള വേണം. സവാള ഞാൻ 3 എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട്, വലുതാണെങ്കിൽ 2 മതി. പിന്നെ തക്കാളി വേണം. തക്കാളി ഒരു 3 വേണം. പിന്നെ മല്ലിയില പുതിനയില വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ, പിന്നെ ഒരു 3-4 മീഡിയം വഴുതനങ്ങ അരിഞ്ഞത്. മീഡിയം വഴുതനങ്ങയാണ്. ഇനിയിപ്പം ചട്ടി വെച്ചു. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് സവാള ഇട്ട് കൊടുക്കാമേ. പിന്നെ നമുക്ക് സവാള ചേർത്തിട്ടൊന്ന് വാടിത്തുടങ്ങിയാൽ ഉടൻ തന്നെ നമുക്കതിലോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാമേ. തക്കാളി ഒരു 3 തക്കാളിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളി വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഉടൻ തന്നെ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാമേ. വഴുതനങ്ങയും തക്കാളിയും സവാളയും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. എനിക്ക് പാത്രം ചെറുതായതുകൊണ്ട് നമുക്കങ്ങനെ ശരിക്കും ഇളക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. വഴുതനങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ പാത്രം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് അത്ര പറ്റത്തില്ല. എന്തായാലും പാത്രം ചെറുതായി പോയതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇളക്കി അടച്ച് വെക്കുകയാണ് ഞങ്ങളിപ്പം. അരയ്ക്കാനായിട്ട് തേങ്ങ, നമ്മളെടുത്ത് വെച്ച തേങ്ങ, പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെടുത്ത് വെച്ച വെള്ളത്തിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മളെടുത്ത് വെച്ച പുതിനയില മല്ലിയില, അത് വളരെ കുറച്ച് മതിയേ. പുതിനയില മല്ലിയില വളരെ കുറച്ച് മതി. അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി വേണേ. അങ്ങനെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാമേ. വെജിറ്റബിൾസൊക്കെ ഒന്ന് ആയോ എന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നതാണ്. ഈ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാമേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആദ്യം ചേർത്ത് കൊടുക്കണം. നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ചേർത്ത് കൊടുക്കണ്ടേ. പക്ഷെ ഞാനങ്ങ് മറന്നുപോയി. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുറന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പാകമായി മനസ്സിലായപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണം. പക്ഷേ നമ്മൾ ആ അരപ്പ് അരച്ച മിക്സിയുടെ ജാറിനകത്തോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. കംപ്ലീറ്റ് അരപ്പിങ് പോരാനായിട്ട് മിക്സിക്കകത്തോട്ട് വെള്ളം ഒഴിക്കും. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വെക്കുകയാണ്. ഒന്നും കൂടി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാമേ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇങ്ങനെ തിക്ക് കറിയായിട്ട് വരണം. ഇത് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണേ. അതോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഈ കറി ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും എല്ലാം നമുക്ക് ഈ കറി ഉപയോഗിക്കാമേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.